ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ ഹൈറിച്ചിൽ ഇപ്പം ക്ലെയിം പെറ്റീഷൻ അതാത് ജില്ലകളിൽ സ്വീകരിക്കാൻ തുടങ്ങിയത് പിന്നെ ഒരുപാട് ആൾക്കാർ FIR ഇടുന്നുണ്ട്. നമുക്കറിയാം, FIR ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലെയിം പെറ്റീഷന് ഒരു സാധ്യത ഇത് സെഷൻസ് കോടതിയിലുമൊക്കെ അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റിയിലുമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇവരുടെ ക്ലെയിമിന് ഒരു FIR കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റേതായ പ്രിഫറൻസ് കിട്ടുകയുള്ളൂ. FIR ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പണം കൊടുത്തതിൻ്റെയും കിട്ടിയതിൻ്റെയും ഒക്കെ രേഖകൾ ബാങ്കിൽ പോയി പരിശോധിച്ച് ഇവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ RBIയുമായിട്ട് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും പോലീസ് നടത്തുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഇവരുടെ ഡീറ്റെയിൽസ്, ഇവരുടെ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ക്രൈം ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് FIR ഇടാൻ പറ്റുന്നവരൊക്കെ ഇടണമെന്ന് തന്നെയാണ് നമ്മൾ ആദ്യം മുതൽക്കേ തന്നെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ എന്തായാലും കാര്യമുണ്ട് എന്ന് ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവർ ക്ലെയിം കൊടുത്ത അത് എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ FIR ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭാവിയിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു FIR കൂടി ഈ കമ്പനിക്ക് എതിരെ. അപ്പോൾ FIR കമ്പനിക്കെതിരാണോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ലീഡർമാർക്കെതിരാണോ, ആരാണ് ഒന്നാമത്തെ പ്രതിപട്ടികയിൽ ഒന്നാമത് വേണ്ടതെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നിങ്ങൾ കമ്പനിയെ തന്നെ വെക്കണം. കമ്പനി അറിയാം, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വേണ്ടിയിട്ടാണ് ലീഡർമാർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ ആൾ കമ്പനി ആണ്. രണ്ടാമത്തെ ആൾ മാത്രമാണ് നിങ്ങളെ ചേർപ്പിച്ച ലീഡർ വെക്കേണ്ടത്. അതുപോലെ തന്നെ MDയും CEOയും ഈ 4 പേര് നിർബന്ധമായിട്ടും വയ്ക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കുകയുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ ലീഡർമാരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലീഡർമാരെ വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കയ്യിലാണ് ഇപ്പോൾ പണമുള്ളത്. അപ്പോൾ കമ്പനി പറയും ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെടുത്ത കേസല്ല, ഇത് വേറെ ഏതോ ആളാണ് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ FIR ഇടുന്നവരിപ്പം കാസർഗോഡ്, കണ്ണൂരൊക്കെ ഒരുപാട് ആൾക്കാർ FIR ഇടാൻ വേണ്ടി നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 2 FIR കാസർഗോഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടുന്നവർ കമ്പനിയെ ഒന്നാം എതിർകക്ഷിയായിട്ടും കമ്പനിക്ക് വേണ്ടിയിട്ടാണ് മറ്റവർ വാങ്ങിയുള്ളത് കൊണ്ട് രണ്ടാമത്തെ ആൾ ലീഡറും, മൂന്നാമത്തെ ആൾ കമ്പനിയുടെ MDയും, നാലാമത്തെ ആൾ കമ്പനിയുടെ CEO ആണ്. ഇതിൻ്റെ പ്രചാരണങ്ങളൊക്കെ നടത്തിയത്, സർക്കുലറുകളൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് CEO ആണ്. അപ്പോൾ CEO വെറും വീട്ടമ്മയല്ല, കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഡയറക്ടർ കൂടിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ബൈ.